ഇതെൻ്റെ ഭർത്താവാണ്. ചേട്ടൻ കൂലിപ്പണിക്ക് പോയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ചേട്ടൻ കഴിഞ്ഞ വർഷം വീണതാണ്. 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണിട്ട് ഹാർട്ടിനും ലെൻസിനൊക്കെ പരിക്കുണ്ട്. ഒരു വലിയ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് കാശൊന്നുമില്ല, ഞങ്ങൾക്ക് കുട്ടികളും ഇല്ല, നോക്കാൻ ആരുമില്ല. ഞങ്ങളെ സഹായിക്കണം, സഹായിക്കും. ആരെങ്കിലും സഹായിക്കണം ഞങ്ങളെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നും സഹായിക്കണം. എനിക്ക് ആരുമില്ല. എൻ്റെ പേര് ബൈജു തോട്ടാളി, കൊച്ചി നഗരസഭയുടെ 52ാം ഡിവിഷൻ്റെ മുൻ കൗൺസിലറാണ്. ഇത് സുനിൽകുമാറിനെ എൻ്റെ ചെറുപ്പം മുതൽ അറിയാവുന്ന വ്യക്തിയാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് നിന്ന് കാണുന്ന ഒരാളാണ്. ഇവിടെ ഷിവി ചേച്ചി സൂചിപ്പിച്ചതുപോലെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും വാരിയലിനും ശ്വാസകോശത്തിനും ക്ഷതമുണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. നിരവധിയായ സുമൻസുകളുടെ സഹായത്തോടെയാണ് ഇതുവരെയുള്ള ചികിത്സകളൊക്കെ നടത്തിയത്. ഇനി മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിലുമാണ്. ഇനിയൊക്കെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവുമാണ് ഇവർക്ക് ആവശ്യം. ഒരു 5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സർജറിയാണ്. ലെൻസിൽ വെള്ളം കെട്ടി അതുമൂലം ഉണ്ടാകുന്ന വലിയൊരു ചികിത്സയിലാണ് ഇനി അവർക്ക് മുന്നോട്ട് പോകാനാവുക. നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും അവരോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ റഫീഖ് ചന്ദ്രാപ്പനിയാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ വൈക്കര ജനത റോട്ടിലുള്ള സുനിച്ചേന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വന്നപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. കാരണം നല്ല രീതിയിലൊക്കെ ജോലിയെടുത്ത് ഭാര്യയും അതുപോലെ തന്നെ ആ കുടുംബവും നല്ല രീതിയിൽ പോയിരുന്നതാണ്. പെട്ടെന്ന് ജോലിക്കിടയിൽ ആള് വീണ് അങ്ങനെ തണ്ടലിനും അതുപോലെ തന്നെ ലെൻസ്, ഹാർട്ട് ഇവയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പോൾ ഒരു സർജറി പറഞ്ഞിരിക്കുകയാണ് എറണാകുളം ഹോസ്പിറ്റലിൽ. അതിനാണെങ്കിൽ 5 ലക്ഷത്തോളം ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സുനിച്ചേട്ടനെ പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കണം. 10 രൂപയുള്ളൂ നിങ്ങളുടെ കയ്യിൽ. ആ 10 രൂപ ഈ സുനിച്ചേട്ടനെ സഹായിച്ചുകൊണ്ട് ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ സഹായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ വീഡിയോ പരമാവധി ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കൾ പോലുമില്ല, നമ്മളൊക്കെ കാണുമ്പോൾ നമ്മളെ മക്കളെ അച്ഛനെ പോലെ കണ്ടുകൊണ്ട് പരമാവധി പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഈ സുനിച്ചേട്ടന് ചെയ്തു കൊടുക്കുമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.